ഹലോ. അപ്പം നമ്മളിന്ന് വീട്ടിലുള്ള ഒരു ഈവനിങ് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എന്നും ഞങ്ങളുടെ ഒരു റുട്ടീനൊന്നുമല്ല, പക്ഷെ നമ്മുടെ വീട്ടിൽ എന്നും നടക്കുന്ന ഒരു റുട്ടീൻ ഇതൊക്കെ തന്നെയാണ്. ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മളും കൂടി എന്ന് മാത്രം. നമ്മുടെ അക്കൗണ്ടും നമ്മുടെ ഷോർട്സൊക്കെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർ പല പല ഷോർട്സിലായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വീട്ടിൽ തൊഴുത്തും പശുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട്. അപ്പം അവർക്കുള്ള പുല്ല് വെട്ടാനാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ അധികം വരാറില്ല, പക്ഷേ അതേ കുഞ്ഞിന് നല്ല പരിചയമാണ് കേട്ടോ. അച്ഛൻ്റെ കൂടെ അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മഴയാണെങ്കിൽ നമ്മൾ അങ്ങനെ പുല്ല് കൊടുക്കാറില്ല, വക്കോല കൊടുക്കാറുള്ളത്. പക്ഷെ മഴയില്ലാത്ത ദിവസം മിക്കവാറും ഇത് നമ്മുടെ ഒരു റുട്ടീൻ ടാസ്ക് ആണ്. മുന്നേ ഇത് സ്ഥിരമായിട്ട് അച്ഛനും അമ്മയും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു. ഇപ്പം അത് അജു ഏറ്റെടുത്തിട്ടുണ്ട്. കുടിക്കോ? കുത്തുവോ? അയ്യോ, പിന്നെ പൂത്തില്ല അല്ലേ? അങ്ങനെ അജുവിൻ്റെ കാര്യങ്ങളും പണികളൊക്കെ ആയിട്ട് അപ്പുറത്ത് നല്ല ബിസിയാണ്. ഞങ്ങളുടെ കഥകളും പണികളൊക്കെ ആയിട്ട് ഇപ്പുറത്ത് നല്ല രീതിക്ക് ബിസിയാണ് കേട്ടോ. എനിക്ക് പണ്ട് മുതലേ ഈ സിറ്റി ബിസി ലൈഫിനേക്കാളും ഇതുപോലെ കുറച്ച് റൂറൽ ആയിട്ടുള്ള സ്ലോ ഏരിയ ആണ് കേട്ടോ കുറച്ചും കൂടിയും ഇഷ്ടം. എന്നെപ്പോലെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ കുറച്ച് വിചിത്ര ജീവികളെ കണ്ടുമുട്ടി. അപ്പോൾ ഞാനും കുഞ്ഞിനും കൂടി അതിനൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല മഴയുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ പ്രകൃതിയൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ പുല്ലുവെട്ടൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളും പതുക്കെ അവിടെ നിന്ന് നീങ്ങി. അപ്പം ഇതാണ് നമ്മുടെ പിങ്കു. പിങ്കു നമുക്കൊരു ഹായൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറമ്പിൽ നിന്ന് തിരിച്ചു വന്ന് ഇനി ഈവനിങ് സ്നാക്കിനുള്ള ടൈമാണ്. ഭക്ഷണം കഴിക്കാൻ നല്ല മടിയായതുകൊണ്ട് തന്നെ ഞാൻ അതും ഇതും കഥയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എന്തെങ്കിലും ഒരു ഇച്ചിരി കഴിപ്പിക്കണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ ഉഴുന്നുവടയും വാനില ഐസ്ക്രീമും കൂടി നല്ല കോംബോ ആണെന്ന് പറഞ്ഞൊരു റീല് കണ്ടായിരുന്നു. അന്ന് വീട്ടിൽ ഉഴുന്നുവട ഉണ്ടായിരുന്നില്ല, പക്ഷേ പരിപ്പുവട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പരിപ്പുവടയും വാനില ഐസ്ക്രീമും കൂടി ഒരു പരീക്ഷണം നടത്തി. സംഭവം ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ ആരും പക്ഷേ ഇത് പരീക്ഷിക്കാൻ പോലും തയ്യാറായില്ല. ഇതുപോലെ വിയേർഡ് കോമ്പസ് ഒക്കെ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങളൊരു കുഞ്ഞു മഴ റൈഡും കൂടി പോയി. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നോക്കിയിട്ട് ബൈ.